വെൽക്കം ബാക്ക് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അത്തരമാൻ അങ്ങനെ നാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ് ഗൈസ്. യെസ്, ഐ ആം ബാക്ക്. തൊള്ളുപട്ടി ഐറ്റംസുകളുടെ പൂരമാണ് ഗൈസ്. അങ്ങനെ അബ്ദുറഹ്മാൻ കൊണ്ടുവന്ന സാധനങ്ങൾ കുറച്ചൊന്നുമില്ല. ഇതെന്താ സാധനം? ഓ, അതിൻ്റെ ഒരു കോപ്പി. കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ അക്രമത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഇതെന്താണ്? ഇംലി പാക്കറ്റ്. ഇത് കടിച്ച് പൊട്ടിക്കും. ആഹാ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. ഇതെന്താ? ഓ, മറ്റേത് എന്താ എന്താ പപ്പടിയോ? സോനാ പപ്പടി. തീപ്പാറും. അങ്ങനെ ഒത്തിരി സാധനങ്ങളാണ് ഗൈസ് നമുക്ക് തിന്ന് തീർക്കാനുള്ളത്. ബാക്കി എല്ലാം കടിച്ചു പൊട്ടിക്കാനുള്ളതല്ലേ. പിന്നെ നമ്മളൊരു സ്പെഷ്യൽ സാധനമുണ്ട്, നമ്മളിത് മാറ്റി വെച്ചിരിക്കുകയാണ് ഗൈസ്. എന്നെക്കായും ബീഫും. ഇതാണ് ഗൈസ് ഫ്രൂട്ട് കുംസ്. ഇത് നമ്മളെ നാട്ടിൽ ഞാൻ ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല കേട്ടോ. നമ്മളെ മലപ്പുറത്ത് ഇത് കണ്ണൂർ സ്പെഷ്യലാണെന്ന് പറയണത് ഫ്രൂട്ട് കുംസ്. ഇതൊരു ചട്ടിപ്പത്തിരി ലുക്കാണ് ഉണ്ടായി വരുമ്പോൾ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫ്രൂട്ട്സും സ്വീറ്റ് കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ടൊരു ഗംഭീര സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഫ്രൂട്ട് കുംസ്. അപ്പം അത് ഫ്രിഡ്ജിലാണുള്ളത്. ഇപ്പോൾ ഉണക്കമാന്തൽ. ഇവനോട് ഞാൻ നല്ല മാന്തൽ കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചേന്. എടാ, ഈത്തപ്പയച്ചാറ് മാന്തൽ പൊരിച്ചത് കൊണ്ടുവരാൻ മറന്ന് തലയാൻ പെട്ടു. പക്ഷെ ഓൻ കൊണ്ടുവന്നത് ഉണക്കമാന്തൽ. അത് ഉണക്കമാന്തൽ കെകി തോലൊക്കെ കളഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നീ കിച്ചൺ കത്തിക്കാനുള്ളതാണ്. അല്ല, ഇനി എന്താണ് എൻ്റെ പ്ലാനുകൾ പറഞ്ഞത്? ഇവിടെ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കുക. ഇത് കേട്ട മറ്റൊരു റൂംമേറ്റ് അമ്പടെ പൊളുസൂ. അപ്പോൾ ഇനി ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കണം എന്നാണ് അവൻ്റെ പ്ലാന്. സാധനങ്ങളുണ്ട് നമ്മുടെ അടുത്ത്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പക്ഷെ ഉണ്ടാക്കിയാൽ മതി. പറഞ്ഞോളൊക്കെ ഇങ്ങനെ ചിന്തിച്ചാ അവിടെ പോയിട്ട് കുക്ക് ചെയ്യണോ? ഞാൻ ഡ്യൂട്ടിക്ക് പോകണ്ടോ? എന്താണ് ഈ ഡ്രസ്സിൽ എന്നല്ല, കാരണം ഇന്ന് സൺഡേ ആണ്. പിന്നെ സൺഡേ നമുക്ക് യൂണിഫോം ഇടണമെന്ന് നിർബന്ധമില്ല. ആരുടെ ഇല്ല, ഞാൻ വന്ന മുതലേ. സോ അതുകൊണ്ട് ഞാനും ഇടാറില്ല. ഇല്ലല്ലോ, മൊത്തം സ്റ്റാഫുകളും ഇടാറില്ല. പിന്നെ ഒന്ന് സ്റ്റൈലിഷ് ആയി പോകാം. കൊണ്ട് കൂടുതൽ വൾഗറാവാനൊന്നും പാടില്ല തോന്നുന്നുണ്ട്. ഞാൻ അത്ര വൾഗറൊന്നും ആയിട്ടില്ല. ഐ തിങ്ക്സ് ഓക്കെ അല്ലേ. ഫസ്റ്റ് പോയിട്ട് ചായ കുടിക്കണം. സിഗ്നലിൽ കിടക്കട്ടെ. പ്രശ്നമുണ്ട്. ഞാൻ എൻ്റെ താടിയും വെച്ചിട്ട് ഓടാനും പറ്റുന്നില്ല. പേഴ്സ് എടുക്കാൻ മറന്ന. എനിക്കിനി ആകെ 10 മിനിറ്റ് ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് പേഴ്സ് കൊടുക്കണം. ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല തീരെ ശരിയാവില്ല. സോ അതോ കഴിഞ്ഞ് സ്പ്രേ അടിച്ചിട്ട് മണ്ടിയതാ. അയ്യാ ഗൈസ്, നമ്മളെ പേഴ്സ് ഇട്ട് ഇനി നേരെ
കഫ്തേരിയിൽ എത്തണം, ഫുഡ് എടുക്കണം. ഇനിയിപ്പോൾ അവിടുന്ന് ഫുഡ് കിട്ടാനാണ് ഏറ്റവും വലിയ പ്രയാസം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൺഡേ അല്ലേ, തിരക്കുണ്ടാവും. ഒരു ചോറയാണ്. ഇന്നൊരു ക്ലൗഡി മോർണിംഗ് ഉണ്ടോ അബുദാബി? വിമാനമൊക്കെ താഴത്തുകൂടെ പോകണം. ഫുഡിൻ്റെ കാര്യം തീരുമാനമാവാൻ സാധ്യത ഉണ്ട്. കാരണം 9:56 10 മണിക്ക് ബസ് വരും. ഒലിവിന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നടക്കില്ല. നേരം വൈകി എണീറ്റാനുള്ള പ്രത്യേകത. അവിടെ ഇപ്പോൾ ഓൾറെഡി ആൾക്കാരായി ചെയ്തു. ആൾക്കാർ വരി വയ്ക്കുന്നുണ്ട്. ഓടണം. ഓടിപ്പോയി മേടിച്ചോണ്ടിരുന്ന കൺഫ്യൂഷനായിപ്പോയി ഞാൻ. ആൾക്കാരവിടെ നിൽക്കുന്നുണ്ട്. അത്തയായി. ഇനി ബെറ്റർ വരി നിൽക്കുക. ചിലപ്പോൾ നേരത്തെ വന്നാലോ ബസ്, അതാണ് പ്രശ്നം. എല്ലാവരും വരി നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്കും പോയിട്ട് വേഗം വരിയിലേക്ക് കയറാം. ദാറ്റ്സ് ബെറ്റർ ഐഡിയ. അങ്ങനെ എനിക്ക് ബസ് കിട്ടി ഗായ്സ്. ഞാൻ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്യൂട്ടിക്ക്. ഇത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിലുള്ള അതിമനോഹരമായ കുറച്ച് ദൃശ്യങ്ങളാട്ടോ. എനിക്കിങ്ങനെ ബസ്സിൽ നിന്ന് പുറത്തേക്ക് കണ്ണെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ നോക്കി നിൽക്കും. ഡെയിലി എത്ര കണ്ടാലും കണ്ടുകൊണ്ടിരിക്കും ഈ ഒരു ഏരിയയൊക്കെ. നേരത്തെ എത്തിയതുകൊണ്ട് ചായ കുടിക്കണം. ചായ കുടിച്ചിട്ടില്ല, കാരണം അവിടെ നിന്ന് ഓൾറെഡി ലേറ്റായി ബസ് എത്താൻ. അപ്പോൾ ഇനി ഇതിൽ പുറത്ത് ചായ കുടിക്കുന്നില്ല, അവിടെ പോയിട്ട്. അവിടെയാണ് ചായക്കട ഉള്ളത്. നമുക്ക് ഇതാണ് ഹോസ്പിറ്റലിൻ്റെ സൈഡ്. എന്താ ഞാൻ അവിടെ നിന്നാണ് വന്നത്. ഇനി നമുക്ക് നേരെ അവിടെ പോയി ചാടിക്കാം. ഇവിടെ സാധാരണ ലേറ്റ് ആവാനാണ്, പക്ഷെ എനിക്കൊരു 5-10 മിനിറ്റ് കൊണ്ട് ചായ കിട്ടണം. ഇതിൻ്റെ ഉള്ളിൽ വേറെ ഷോപ്പുണ്ട്, പക്ഷേ അവിടുത്തെ ചായ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പേഴ്സണലി എനിക്കിഷ്ടമല്ല. ചിലർക്ക് ഇഷ്ടമാണ്, എനിക്കെന്തോ ഇഷ്ടമല്ല. ചില ഫുഡൊക്കെ ഞാൻ കഴിക്കുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് നല്ലപോലെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതാ ഈ കടയിൽ പോയിട്ട് നമുക്ക് ഇനി നല്ലൊരു ചായ കുടിച്ചിട്ട് പെട്ടെന്ന് വരാം. നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് കഴിക്കാം. ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് അപ്പുറത്ത് പോയിട്ടിരിക്കാം. ഇവിടെ നിന്ന് സാധനം മേടിക്കാം, എന്നിട്ട് അപ്പുറത്ത് കഴിക്കാം. ആൾക്കാരുണ്ട്. ഇവിടെ നിന്ന് ഓർഡർ എടുക്കാനുണ്ട്, എന്നിട്ട് വേണം നമുക്ക് സാധനം മേടിക്കാം. പിന്നെ നമുക്കിനി ഇവിടെ ഇരിക്കാം. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ചായ ഇവിടെ വരും. എന്നിട്ട് ഇവിടെ നിന്ന് കുടിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് നമുക്ക് പണി തുടങ്ങാം. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, അപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് ആൾക്കാർ. ഇവിടെ കുറേ പേഷ്യൻസൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിലും നമ്മൾ ക്യാൻറ്റീനിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കൂലേ, അതേക്കെ പോലെ അവരിവിടെ പുറത്തിരുന്നിട്ട് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് വരുന്ന ഫുഡ് കഴിക്കാൻ. പേഷ്യൻസ് ഉണ്ട്, പിന്നെ സ്റ്റാഫുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്നോട് 5 മിനിറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ 5-10 മിനിറ്റ് ആവാൻ സാധ്യതയുണ്ട്. 5 മിനിറ്റ് ആയി ഇപ്പം തന്നെ ഓൾറെഡി. കിട്ടിയിട്ട് വേണം എനിക്ക് ഓഫീസിലേക്ക് എത്താൻ. കാരണം ഓഫീസിലേക്ക് നടന്നെത്തുമ്പോഴത്തേന് ഒരു സമയം എടുക്കും. 5-10 മിനിറ്റ് വേറെ എടുക്കും. അതാണ് പ്രശ്നം. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ഒത്തിരി നടക്കാനുണ്ട് മക്കളെ. ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ പറ്റുമെങ്കിൽ കാണിച്ചിട്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലെല്ലാം മൊത്തം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കാണിക്കാൻ പറ്റുമെങ്കിൽ ഇട്ടാ, കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ലെറ്റ് മീ ചെക്ക് ഫസ്റ്റ് ദാറ്റ്. ഞാനിവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ടെങ്കിലും ഇത്ര തിരക്കുള്ള ഒരു
ദിവസം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇത്രയും തിരക്കാ, അത് ഈ സമയത്ത്. എന്താ സംഭവം? ഇതൊക്കെ പേഷ്യൻസ് തന്നെയാണോ അതോ ഒരിടത്തുമില്ല? നേരില്ലാത്ത സമയം, അതാ പ്രശ്നം. അപ്പം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ മസാല ദോശ ചായ വന്ന് ഞാൻ കൊണ്ട് താച്ചെങ്ങനെ വരെ വിശക്കുന്നുണ്ട്, സമയം പോകണം. മസാല ദോശയും ചായയും വന്നിട്ടുണ്ട് ഗൈസ്. ആദ്യം ചായ കുടിക്കാം. ഞാൻ ലൈറ്റ് ചായ പറയുന്നത്, അപ്പം എൻ്റെ ലൈറ്റ് ചായ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ മസാല ദോശ എങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല ഗൈസ്. ഇതാണ് ഇവിടുത്തെ മസാല ദോശ. കഴിച്ച കറക്റ്റാ, അങ്ങനെ ഉണ്ട് നോക്കാമല്ലോ. മസാല കൂട്ടിയെടുക്കും. ചമ്മന്തി ഫോർഗെറ്റ്, സാമ്പാർ. ഊണ് പിന്നെ എനിക്ക് വേണ്ടാത്തത് ഞാൻ അപ്പുറത്തേക്ക് മാറ്റിച്ചു. ഇതും ചമ്മന്തിയും കൂട്ടി അടിച്ചു കൂട്ടെ. ഇപ്പോഴത്തെ ചമ്മന്തി എങ്ങനെ ആവും? അടിപൊളി അടിപൊളി, കൊള്ളാം. എരിവില്ല കേട്ടോ, എരിവില്ലാത്ത മസാല ദോശ. ചായ അടിപൊളിയാണ്, നല്ല ചായ. അപ്പോൾ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കയറാൻ പോകണം കേട്ടോ. എനിക്ക് ഇനി അങ്ങോട്ട് നടക്കണം, പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ നടക്കാനുണ്ട്. സോ നമ്മളെ ഉള്ളിലെത്തി, നമ്മളിനി നടന്നുകൊടുക്കാം. സ്ട്രൈറ്റ് പോയിട്ട് ഇനി ലെഫ്റ്റ് തിരഞ്ഞെടുത്തൊക്കെ പോകണം. ഇവിടെ നിന്ന് നമുക്ക് അവിടെയൊക്കെ എത്താൻ പറ്റില്ല. സോ ഞാനിതാണ് ലിഫ്റ്റ് കയറാൻ പോകണം. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വർക്ക് തുടങ്ങും. അപ്പോൾ എൻ്റെ ലഞ്ച് ബ്രേക്ക് ടൈമായിരിക്കും. ഇപ്പം ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സെയിം കടയ്ക്കാണ് ഞാൻ വീണ്ടും പോകട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കും. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനിരിക്കാൻ പറ്റിയൊരു ഏരിയ. സോ നമുക്കിവിടെ നമ്മുടെ ഫുഡ് ഇനിയിപ്പോൾ വരും, എന്നിട്ട് നമുക്ക് കഴിക്കാം. ഞാനൊരു ബർഗറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കുറച്ച് എക്സ്പെൻസീവ് ആണോ ഇയർ, എന്താ ചെയ്യുക, നല്ല വിശപ്പുണ്ട് എനിക്ക്. ഫുഡ് കഴിക്കുന്നത് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തലകറങ്ങും. ഉണ്ട്, പരിപാടി ഉണ്ട്, എന്താ ചെയ്യുക, സീനാണ്. എന്താ ലേറ്റ് ആകാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ ഇവിടെ വന്നിട്ട് മസാല ദോശ കഴിച്ചു. അതെൻ്റെ വിശപ്പിനും തീറ്റക്കുള്ളതും ആയിട്ടില്ല, കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും തോന്നണം സംതിങ് ഫീലിംഗ് നോട്ട് ഗുഡ്. ഇനിയിപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ സാധനം വരണം എങ്കിലാണ് എനിക്കൊരു സമാധാനമാവുള്ളൂ. ബർഗർ കോംബോ, ഒരു ജ്യൂസും ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് റൂമിൽ പോയിട്ട് എല്ലാം അടി അടിക്കാണ്ട്. നമ്മളെ ബീഫ് ചിറക്കാൻ കൊണ്ടുവന്നുണ്ട്, അത്രമ കൊണ്ടുവന്ന്. അപ്പോൾ ഗായ്സ്, എൻ്റെ ഫുഡ് വന്നിരിക്കുകയാണ്. അങ്ങോട്ട് പാട്ടേപ്പിളെ ഞാനടുത്ത് കൊണ്ടുവരുമോ? ഞാനടുത്തേക്ക് പോകാം. ഇതാണ് ബർഗറും ജ്യൂസും കോംബോ ആണ് ഞാൻ മേടിച്ചേക്കണത്. അപ്പോൾ സാധനം വന്നിട്ടുണ്ട്, നമുക്കിത് കഴിക്കാം. ഫോണിൻ്റെ വെയിറ്റ് കാരണം ഓക്കെ. ഇതാണ് എൻ്റെ ഫേവററ്റ്. ഞാൻ ഇവിടെ നിന്ന് എന്ത് കഴിക്കുകയാണെങ്കിലും കുറവാണ് ഇവിടുന്ന് കഴിക്കില്ല, പക്ഷെ കഴിക്കുമ്പോൾ സാറ്റിസ്ഫൈഡ്.
ജ്യൂസ് ആദ്യമായിട്ട് കുടിക്കണം. എങ്ങനെ ഉണ്ടോ? സാറ്റിസ്ഫൈഡ്. ടേസ്റ്റ് ഉണ്ട്. ഇതാണല്ലേ ചമ്മന്തി ഒന്നുകൂടി തരുമോ? ഓഫീസ് കൊണ്ട് കുത്തി തിന്ന തന്ന സെറ്റായില്ല. നമ്മുടെ ബർഗർ നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ് ഗൈസ്. കൊള്ളാൻ പറഞ്ഞു സാർ. കെച്ചപ്പ് പാക്കറ്റ് കൊണ്ടിരിക്കണമായിരുന്നു. കെച്ചപ്പ് ഇല്ലാണ്ട് എന്ത് ബർഗർ. സോ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് കടിക്കുക. അയ്യോ, ബാക്കിലോട് ഉറ്റി പോകുന്നുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യരുത് എന്ന് വിശ്വസിക്കാൻ പാടില്ല. മൈൻഡ് ചെയ്യണം. ഇങ്ങോട്ട് പോ. സാധാരണ നോർമൽ കപ്പീരിന്ന് കഴിക്കുന്നതിനാട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു കപ്പീരിയൊക്കെ തന്നെ, പക്ഷേ കുറച്ചും കൂടി പ്രീമിയം ലെവൽ എന്നൊക്കെ പറയാം ബർഗറിന്. നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട് ബർഗറിന്. വാവ്. ഒരു സാധനം എനിക്ക് ഇഷ്ടമില്ല, തക്കാളി. മുടി അങ്ങനെ മുടിയുന്നില്ല. ഞാൻ എന്ത് സാൻഡ്വിച്ച് കഴിക്കണമെങ്കിലും ഞാൻ അവരോട് പറയലുണ്ട്, സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ തക്കാളി ഇടരുന്നു. അപ്പോൾ പണ്ട് മുതലേ തക്കാളി ഇഷ്ടമല്ല. ഇതിപ്പോൾ ആരും അവിടെ സ്റ്റൈലാക്കി തിന്നാനൊന്നുമില്ല. അപ്പുറത്ത് 2 ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഒരു ഭയങ്കര പ്ലാനിങ്ങില്ല, ഭയങ്കര ഡിസ്കഷനില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കൂല. അല്ലെങ്കിൽ ഇതിൻ്റെ തീറ്റ അങ്ങനെ കിടന്നറിയാം. അങ്ങനെ കിടം സാറ്റിസ്ഫൈഡ്. ആദ്യത്തെ നന്നായി. നിങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞിട്ടെ ജ്യൂസ് കുടിക്കല്ല. ഓറഞ്ച് ജ്യൂസിന് അല്ലെങ്കിലും ഒരു കൊഞ്ചല ഒഴിച്ചിപ്പിച്ചുകൊണ്ട് അത് സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഗൈസ്, നമ്മുടെ തീറ്റ കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് അടുത്തുള്ളൂ. ഇന്ന് നമുക്ക് പോവാം, വർക്കുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാം. ആദ്യം നിസ്കരിക്കണം. നിസ്കരിക്കുമ്പോൾ തന്നെ ഒരു 20 മിനിറ്റ് ആവും. നമുക്ക് അങ്ങനെ ബ്രേക്കിനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. 10-20 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ കഴിക്കാൻ പോകാത്രേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗോ. മെയിൻലി എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാനിതാ റൂമിൽ പോകുന്നുണ്ട് ഗൈസ്. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു. ആൾക്കാർ വരിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഗൈസ്, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് പോകണം. സോ കോൾഡ് ഹിയർ, നല്ല തണുപ്പുണ്ട്. പെട്ടെന്ന് റൂമിലെത്തണം. റൂമിലെത്തിയാലും അബ്ദു വെയിറ്റ് ചെയ്യുന്നുണ്ട്, പുറത്ത് പോകണ പറഞ്ഞിട്ട്.
അപ്പോൾ റൂമിലെത്തുന്നു, ഷർട്ട് മാറ്റുന്നു, ജാക്കറ്റ് ഇട്ടിട്ട് നേരെ പുറത്ത് പോകാം. കാരണം തണുപ്പിൽ ഈ ഷർട്ട് നടക്കില്ല. ഗൈസ് അദ്രമും കൊടുന്ന ജിലേബി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. എങ്ങനെ ഉണ്ടാ ആ ഇതാണ് ഗൈസ് അദ്രമും കൊടുന്ന ജിലേബി. അങ്ങനെ ഗൈസ് ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ അദ്രമാനും മിസ്റ്റർ സഫ്വാനും ഉണ്ട്. അങ്ങനെ മനസ്സ് മാറിയതല്ല, ആൾക്കാരുള്ളത് കൊണ്ട് സ്റ്റാൻഡേർഡായി. എങ്ങനെയുണ്ട് മിനിറ്റുകൾക്കൊക്കെ സ്റ്റാൻഡേർഡ് ആവുന്നത്? സംഭവം എനിക്ക് പെരുത്ത് ഇഷ്ടപ്പെട്ട ഗൈസ്. കാറ്റ് വയനാട് തളർത്തോട്ടാ. എങ്ങനെയുണ്ട്? വയനാടൻ തണുപ്പാണ്. നാട്ടിലെത്തിച്ചല്ലോ, ചൂടല്ലേ? അപ്പൊ നാട്ടില് മഴ എന്തൊക്കെയുള്ള സമയത്ത് അപ്പൊ കറക്റ്റ് ശരിക്ക് ജൂൺ ജൂലൈയിലോ? ജൂലൈ ഓഗസ്റ്റ്. എന്നിട്ട് വീണ്ടും പണിയിലേക്ക് അബ്ദുറഹ്മാൻ കടക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അതാരാണ്? അതല്ല ഞാൻ പറഞ്ഞ അത് ഇത് മലയാളം നടത്തല്ല, മലയാള നാടകം. രണ്ട് ലേറ്റിലൊന്നും മാറും. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ചായ റെഡിയായി. ചായ ചൂടില്ല, അപ്പോൾ ഗൈസ് ഞങ്ങൾ മദീനത്തുൽ സയ്യിദിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അബ്ദുറഹ്മാന് ബെൽറ്റ് മേടിക്കാനുണ്ടെന്ന് പറഞ്ഞത്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര തിരക്ക് കൂടിയ ദിവസമല്ലേ? UAE നിവാസികൾ മൊത്തം പുറത്തിറങ്ങി നടക്കുന്ന, ബഹുത്ത് ആത്മീ പുറത്ത് നടക്കുന്ന സമയവും ദിവസവുമാണ് ഇന്ന്. ഞങ്ങളും അതിൽ ഒരു കൂട്ടായ്മയായി അല്ലേ? അബ്ദുറഹ്മാൻ നാട്ടിൽ നിന്ന് വന്നിട്ടൊരു കൂട്ടായ്മയായി. അബ്ദുറഹ്മാൻ എന്തൊരു കുറവ്. ചെറിയ വില ഉണ്ടാവുള്ളൂ. ഈ ദിനമൊക്കെ ഇടണം, ഏതിനുള്ള ഉണ്ടാവും. മദിനത്തിൽ വേറെ ഏതെങ്കിലും കളണ്ട. ബ്രോദാ കല്ലുകൾ, മുദ്രക്കല്ലുകൾ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് മിസ്റ്റർ സഫ്വാൻ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫൈനലായി ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ദിസ് ഇസ് കോൾഡ് മദീനത്തുൽ സയ്യിദ്. അയ്യോ, ഇവിടേക്ക് പോകാൻ കാരണം എന്താണെന്ന് ചോദിക്കരുത്. കാരണം ഞങ്ങൾ പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അത് ഇതാണ്. ഗൈസ് ഞങ്ങളിപ്പോൾ ഹെഡ്സെറ്റ് മേടിക്കാൻ വന്നിരിക്കുന്നത് കുടുംബക്കാരനും നല്ല കൊടുത്തില്ലെങ്കിൽ എന്നെ ഞാൻ മാറ്റിച്ചോ. അതെ ഗൈസ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്ന് ഞങ്ങൾ മിസ്റ്റർ ഫസീൻ ഇവിടെ. മിസ്റ്റർ ഫസീൻ, ഹൗ ആർ യു? ഞങ്ങളെ മെഡിയോർ ഹോസ്പിറ്റലിന്റെ ഏറ്റവും നന്നായിട്ടൊക്കെ ഉണ്ട്. വലിയ അയ്യോ സുഖല്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റാർ 1 എത്തിയിരിക്കുകയാണ്. ഇവിടെ
സ്റ്റാർ വണ്ണിൽ നിന്നും ഞങ്ങൾ 8 പൊറോട്ട ഓർഡർ ചെയ്തു. റൂമിൽ പൊറോട്ട പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ല ബീഫ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീഫിലേക്ക്